തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് പകൽ വാർത്തയിൽ ആദ്യം. CMRL-നുള്ള തീരദേശ ഖനന അനുമതി സർക്കാർ റദ്ദാക്കിയത്, വ്യവസായ വകുപ്പ് റദ്ദാക്കിയത് 2023 ഡിസംബർ 18-നാണ്. പക്ഷേ ഇക്കാര്യം ഇതുവരെ മറച്ചുവെക്കുകയായിരുന്നു. മുഖം രക്ഷിക്കാനുള്ള ഉത്തരവാണ് 2023 ഡിസംബർ 18-ന് വന്നത്. എന്തുകൊണ്ടാണ് CMRL-നെതിരെയുള്ള ഉത്തരവ് വൈകിയത്? അനുമതി റദ്ദാക്കാൻ കേന്ദ്രം 2019-ൽ നിർദ്ദേശിച്ചതാണ്. പൊതുമേഖലയിൽ മാത്രം ഖനനാനുമതി മതിയെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അതിനാൽ തന്നെ 2019 ഏപ്രിലോടുകൂടി ഖനനാനുമതി റദ്ദാക്കാനും പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നും തീരുമാനിക്കാൻ വ്യവസായ വകുപ്പ് ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയാണ് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുകയും AG-യുടെ നിയമോപദേശത്തിന് വിടുകയും ചെയ്തത്. ഇക്കാര്യം ഇന്നലെ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഫയലിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ദുരൂഹമായിരുന്നു. AG-യുടെ നിയമോപദേശം കിട്ടിയിരുന്നു. CMRL-ന് 2004-ൽ കിട്ടിയ അനുമതി അത് റദ്ദാക്കണം. അതുമാത്രമല്ല, പുതിയ അപേക്ഷകൾ പരിഗണിക്കേണ്ട തീരദേശ ഖനന അനുമതി CMRL-നും CMRL-ന്റെ പ്രൊമോട്ടറായ KREML-നും നൽകേണ്ട എന്നുള്ള കാര്യം വ്യവസായ വകുപ്പ് അന്നേ തീരുമാനിച്ചതാണ്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി അതിൽ ഇടപെട്ടതിന് ശേഷം ആ ഫയലിന് എന്താണ് സംഭവിച്ചത് എന്ന് ദുരൂഹമായിരുന്നു. അതുമാത്രമല്ല, മാത്യു കുഴൽനാടൻ MLA-ക്ക് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുവാനും സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഇന്നലെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ന്യൂസ് 18 കേരളം ഈ ഉത്തരവ് തന്നെ എന്നാണ് വ്യവസായ വകുപ്പ് CMRL-നുള്ള ഖനനാനുമതി റദ്ദാക്കുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചതും എന്നാണ് എന്ന കാര്യം പുറത്തുവിടുകയാണ്. 2023 ഡിസംബർ 18-ന്റെ ഉത്തരവാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് കേന്ദ്ര നിർദ്ദേശമുണ്ട്. അത് 2019 ഫെബ്രുവരിയിലും മാർച്ചിലുമായി 2 തവണയായിട്ട് വന്നതാണ്. പൊതുമേഖലയിൽ മാത്രം തീരദേശ കരിമണൽ ഖനനാനുമതി മതി എന്നുള്ള കാര്യം. അതിനു പുറമെ സ്വകാര്യ കമ്പനികൾക്ക് അതുവരെ എന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കണമെന്നും 2019 മാർച്ചിൽ കേന്ദ്ര ഖനന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കാൻ സർക്കാർ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട ആരോപണം ഉള്ളത്, അതൊന്ന് ശ്രദ്ധിക്കാൻ. പ്രധാനപ്പെട്ട ആരോപണം ഉള്ളത് 2016 മുതൽ 2019 വരെയാണ് CMRL കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നടന്നിരുന്നത്. ഈ സമയം CMRL-ന്റെ അപേക്ഷ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ആയിരുന്നു. ഒരു തീരുമാനം അവിടെ എടുത്തിരുന്നില്ല. കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുകൂടി ഈ ഒരു തീരുമാനം, CMRL-നെതിരായുള്ള തീരുമാനം വന്നില്ല. പൊതുമേഖലയിൽ മാത്രം ഖനനാനുമതി മതിയെന്ന് അന്നേ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, 2016-ലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഖനനാനുമതി നൽകാതെ 2004-ൽ നോട്ടിഫൈ ചെയ്തു കൊടുത്ത പ്രദേശം CMRL-ൽ നിന്ന് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് ഇത് ദീർഘിപ്പിച്ചു? ഇതിനുള്ള ചോദ്യങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് CMRL-നെ ഒരു സ്വകാര്യ പൊതുമേഖലാ സംയുക്ത സംരംഭമായി കാണിച്ചുകൊണ്ട് ഈ പൊതുമേഖലയ്ക്ക് നൽകുന്ന ആനുകൂല്യം നൽകുവാനുള്ള ശ്രമമാണോ നടന്നത്? അങ്ങനെ വരികയാണെങ്കിൽ തീരദേശ കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടുമായിരുന്നു. IRE-യുടെ മോഡലിൽ കിട്ടുമായിരുന്നു, ഇന്ത്യൻ റെയറെക്സിന്റെ മോഡലിൽ കിട്ടുമായിരുന്നു, KMML-ന്റെ മോഡലിൽ കിട്ടുമായിരുന്നു. പക്ഷേ അതിനുള്ള ശ്രമമാണോ നടന്നത് എന്നുള്ള ദുരൂഹമായ ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ MLA അനുവദിച്ചിരുന്നില്ല. എന്തായാലും 2023 ഡിസംബർ 18-ലെ ഉത്തരവ് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് CMML-നും KREML-നും CMRL-ന്റെ പ്രൊമോട്ടർ കമ്പനിക്കും ഖനനാനുമതി നൽകുവാൻ കഴിയുകയില്ല. അതിന് കാരണം കേന്ദ്രത്തിന്റെ നിർദ്ദേശം 2019-ൽ വന്നതാണ്. ഇങ്ങനെ ഒരു അനുമതി നൽകാൻ പാടില്ല സ്വകാര്യ കമ്പനിക്കെന്ന്. അതുകൊണ്ട് ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് നേരത്തെ 2004-ൽ നൽകിയിരിക്കുന്ന അനുമതി റദ്ദാക്കുന്നു. പുതിയ അപേക്ഷകൾ CMRL-ൽ നിന്ന് കിട്ടിയിരുന്നു. ആ അപേക്ഷകളും പരിഗണിക്കില്ല എന്ന് വ്യവസായ വകുപ്പിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് APM മുഹമ്മദ് ഹനീഷാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മാത്യു കുഴൽനാടൻ MLA ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ന്യൂസ് 18 കേരളത്തിൽ തന്നെ പൈൻ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് CPM-ന്റെ പ്രമുഖനായ നേതാവ് K അനിൽകുമാർ പറഞ്ഞത് എക്സാലോജിക്കുമായി CMRL നടത്തിയ ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ല ഈ ഒരു ഉത്തരവ് വന്നത്. അതിന് മുൻപ് തന്നെ ഖനനാനുമതി വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്ന് ഇക്കാര്യത്തിൽ അദ്ദേഹം തർക്കിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ നടത്തിയ ആ പ്രതികരണം കേട്ടതിന് ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി TG സജിത്തിലേക്ക് പോകാം. ആദ്യം ഇന്നലെ രാത്രി ന്യൂസ് 18 കേരളത്തിന്റെ പൈൻ ഡിബേറ്റിൽ K അനിൽകുമാർ പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം.